നമ്മൾ UDF തിരുവനന്തപുരത്ത് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഞാൻ കവടിയാർ വാർഡിൽ മത്സരിക്കുന്നു. ആ തിരക്കിനിടയിലാണ് ഇന്ന് രാവിലെ തൃശ്ശൂരെത്തി ലീഡറുടെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ പള്ളിയിലെ കല്ലറയിലും പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു മൊമെൻ്റമായിട്ട് തന്നെ UDFിൻ്റെ ക്യാമ്പയിൻ പോകുന്നുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ഇത്തവണ നല്ല രീതിയിൽ ഒരു പ്രീ വർക്ക് നടത്തിയിട്ടുണ്ട്. ഇനി തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ കാൻഡിഡേറ്റ്സിനെ പ്രഖ്യാപിക്കും. ഇത്തവണ എല്ലായിടത്തും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലുമൊക്കെ മികച്ചൊരു വിജയം, ബ്ലോക്ക് പഞ്ചായത്തിലുമൊക്കെ മികച്ചൊരു വിജയം UDF നേടാമെന്നുള്ള പൂർണ്ണമായിട്ടുള്ള പ്രതീക്ഷ നമുക്കുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്തമായി കോൺഗ്രസ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സ്ഥിതി പലയിടങ്ങളിലുണ്ട്, ചില സ്ഥലങ്ങളില്ല. ഇത് വിജയകരമായ സംവിധാനത്തിന് ഗുണം ചെയ്യും. ഇല്ല, തീർച്ചയായിട്ടും അത് ഓരോ പ്രദേശങ്ങൾ വെച്ചാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു പരീക്ഷണമാണ്. തിരുവനന്തപുരത്തെ ഒരു പരീക്ഷണം കൊല്ലം ഏറ്റെടുത്തു. ഇപ്പോൾ തൃശ്ശൂർ താമസിയാതെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് താഴെത്തട്ടിൽ വിജയിക്കണം എന്നൊരു മൊമെൻ്റമുണ്ട്. സാധാരണ നമ്മുടെ താഴെ വാർഡുകളിലുള്ള പല പ്രശ്നങ്ങളും പല വാർഡുകളിൽ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പഴയ ചില തെറ്റുകൾ തിരുത്തിക്കൊണ്ട് കോൺഗ്രസ് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് വരികയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം ജനങ്ങളുടെ മനസ്സിൽ കാണുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ പല വാർഡുകളും പോകുമ്പോൾ നിങ്ങൾ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, നല്ലതാണ്, നല്ല സ്ഥാനാർത്ഥികളാണ്, നഗരത്തിൻ്റെ പരിച്ഛേദം തന്നെയുണ്ട്. ഇപ്പം ടെക്കി മുതൽ ആശാ വർക്കർമാർ വരെ നമ്മുടെ പാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ പോസിറ്റീവായിട്ട് ജനം കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല പൊളിറ്റിക്കലി ആളുകൾ ഇടതുപക്ഷം, പ്രത്യേകിച്ച് അവർ ഭരിക്കുന്ന കോർപ്പറേഷനുകൾ, അത് തൃശ്ശൂരാകട്ടെ, ട്രിവാൻഡ്രമാകട്ടെ, കൊല്ലമാകട്ടെ, അവർക്കെതിരെയുള്ള കോഴിക്കോടാകട്ടെ ഒരു വികാരമുണ്ട്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, നഗരങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, ഫണ്ടുകൾ പോലും പൂർണ്ണമായി വിനിയോഗിക്കാതെ ഒരു നഗരത്തിൽ അത് ഭാവി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഒരു വിഷൻ ഇല്ലാതെ പോയിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്. പിന്നെ BJPയുടെ കാര്യം പറയുമ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂർ അടക്കം എനിക്ക് പറയാനുള്ള കാര്യം, BJPക്ക് 2 മുനിസിപ്പാലിറ്റികളിലാണ് ഭരിക്കാനുള്ള അവസരം ജനാധിപത്യപരമായി ജനങ്ങൾ നൽകിയത്. ഒന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി, ഒന്ന് പന്തളം മുനിസിപ്പാലിറ്റി. കേരളത്തിലെ ഏറ്റവും മോശപ്പെട്ട ത്രിതല പഞ്ചായത്ത് ഭരണം നടക്കുന്ന 2 പ്രദേശങ്ങളാണിത്. നിങ്ങൾ പന്തളം മുനിസിപ്പാലിറ്റിയിൽ BJPക്കകത്തുള്ള ഇൻഫൈറ്റിംഗ്, പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നമ്മളൊക്കെ അവിടെ ഇലക്ഷന് പോയപ്പോൾ കണ്ടതാണ്. അവിടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ പോലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. അത്ഭുതപ്പെട്ടു പോയി. എന്നുവെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് BJPക്കാർ പോലും പാലക്കാട് പോയപ്പം ഇവിടെ മെയിൻ നഗരത്തിൽ ഒരു 7 മണിക്ക് ശേഷം ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ജനങ്ങൾ വോട്ട് നൽകി BJPക്ക് ത്രിതല പഞ്ചായത്തിൽ അവസരം നൽകിയ 2 പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റികൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയും അതോടൊപ്പം പന്തളം മുനിസിപ്പാലിറ്റിയിലെ ഭരണം പരാജയമാണ്. അതുകൊണ്ട് BJP എന്നുള്ള പരീക്ഷണം ഈ ജനാധിപത്യ പ്രക്രിയയിൽ അവർ കേരളത്തിൽ ഇഫക്റ്റീവ് അല്ലാന്ന് അവരുടെ പൈലറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കോൺഗ്രസ് ആണ്, UDF ആണ് ഒരു വയബിൾ ഓൾട്ടർനേറ്റീവ്. നമ്മൾ വികസനവും ഭാവിയിലത്തെ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ വിജയിക്കും. ഈ ശബരിനാഥ് പരീക്ഷണം മറ്റ് പല സ്ഥലങ്ങളിൽ കണ്ടില്ല. ഇല്ല, നടക്കും. പലയിടത്തും ഞാൻ പറഞ്ഞല്ലോ. ശബരിനാഥ് പരീക്ഷണം എന്ന് പറഞ്ഞത് മുൻ MLA-മാർ മത്സരിക്കുക എന്നുള്ള പരീക്ഷണം മറ്റ് പല സ്ഥലങ്ങളിൽ നടത്താവുന്നതായിരുന്നു. അല്ല, ഞാനെന്നൊരു വ്യക്തിയല്ല പ്രശ്നം. ഇപ്പം ഞാനിപ്പോൾ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി പാർലമെൻറ്റേറിയനായിരുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഞാൻ പാർട്ടിയിലും പൊസിഷനുള്ള ഒരാളാണ്. അപ്പോൾ എന്നെ ഒരു മാധ്യമമായി ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ വരുമ്പം നിങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ പാർട്ടിയുടെ നയങ്ങളും തിരുവനന്തപുരത്തെ കാര്യങ്ങളും പറയാൻ കഴിയുന്നുണ്ട്. അപ്പം അതുപോലെ പലയിടത്തും പലതരത്തിലുള്ള മിടുക്കരായിട്ടുള്ള ആളുകൾ, ഒരു വ്യക്തി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു MLA-യോ മുൻ MLA-യോ ഒരു KPC ജനറൽ സെക്രട്ടറി മാത്രമോ അല്ല പാർട്ടി, താഴെ തട്ടിലുള്ള പ്രവർത്തകർ മുതൽ നേതാക്കൾ വരെ. അതിൻ്റെ ഒരു നല്ലൊരു മിക്സ്, ആ മിക്സാണ് ഞാൻ പറയുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പം ഞാൻ മാത്രമല്ല, ഒരു മിക്സ് നല്ലതാണ്. അത്ര നല്ല മിക്സുള്ള നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പരിച്ഛേദമായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് പ്രഖ്യാപനമായിട്ട് UDF വരും ദിവസങ്ങളിൽ വരും. ഈ BJP വളരെ ശക്തമായി തിരുവനന്തപുരം തൃശ്ശൂരും അതിശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഏത് രീതിയിൽ പ്രതിരോധിക്കുന്നത്? ഇല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, BJP ഭരിച്ച 2 സ്ഥലങ്ങൾ ഞാൻ വീണ്ടും പറയുന്നു. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ കൊടുത്ത പല അവസരങ്ങളും കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിൽ ലഭിച്ച പന്തളം മുനിസിപ്പാലിറ്റിയുടെ ഭരണം പരാജയമാണെന്ന് BJPയിലെ ആളുകൾ തന്നെ പറയുകയാണ്. പഞ്ചവടിപ്പാലം മോഡലിലായിരുന്നു പന്തളം മുനിസിപ്പാലിറ്റിയിലെ പല കാര്യങ്ങളും നടന്നത്. അതുകൊണ്ട് ആ പരീക്ഷണം അവരുടെ പരാജയപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അവർക്ക് വലിയൊരു മസിൽ പവറും മണി പവറുമായി BJP മുന്നോട്ട് പോകുന്നു. നമ്മൾ പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് തന്നെ UDF തന്നെ ഒന്നാമത് വരും. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രധാനമായി ഇപ്പോൾ CPM-ഉം BJP-യുമായിട്ട് ശക്തമായിരിക്കുന്നത്, കോൺഗ്രസ് താരതമ്യേന പുറകില്ല. അത് മുന്നോട്ട് വരാൻ സാധ്യത എത്രമാത്രമുണ്ട്? ഇല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. കഴിഞ്ഞ ഒരു ഇലക്ഷൻ വെച്ച് മാത്രം നിങ്ങൾ അളക്കരുത്. നിങ്ങൾ കഴിഞ്ഞ 3 കോർപ്പറേഷൻ ഇലക്ഷനുകൾ, ലോക്സഭാ ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ കണക്കുകൾ നോക്കുമ്പോൾ കോൺഗ്രസിന് ഗ്രൗണ്ട് ഉണ്ട്. പറഞ്ഞത് ശരിയാണ്, കഴിഞ്ഞ ഇലക്ഷനിൽ ചില തെറ്റുകളുണ്ടായിരുന്നു. അത് ഞാൻ വീണ്ടും പറയുന്നു, ജനങ്ങൾ നൽകിയ ഒരു മാൻഡേറ്റ് അല്ല. കോൺഗ്രസിനകത്ത് ചില തെറ്റുകളുണ്ടായി, അത് ധാരാളം റിബലുകളൊക്കെ ഉണ്ടായി, അത് ജനങ്ങൾ മനസ്സിലാക്കി. കഴിഞ്ഞ തവണ റിബലുകൾ കാരണം കോൺഗ്രസ് തൊട്ട് എത്രയോ വാർഡുകൾ കോർപ്പറേഷനിലുണ്ട്. ഇത്തവണ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ആ തെറ്റ് തിരുത്തി സാഷ്ടാംഗം മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു സിംഗിൾ ഫോഴ്സായിട്ട് കോൺഗ്രസ് UDF വരികയാണ്. 51 സീറ്റിൽ കൂടുതൽ ലഭിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ UDF തന്നെ ഭരിക്കും. ഇതിപ്പോൾ താങ്കൾ നിയമസഭയിൽ ഇരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ താങ്കളുടെ മണ്ഡലത്തിൽ പിന്നീട് ഇതുവരെ സജീവമായിരുന്ന ഒരാളാണ്. അങ്ങനെ വരുമ്പോഴാണ് തിരുവനന്തപുരത്തേക്ക്
ഒരു മാറ്റം വരുന്നത്, അതും കോർപ്പറേഷന്റെ ഭാഗമായിട്ട്. അപ്പോൾ വ്യക്തിപരമായി നോക്കുമ്പോൾ താങ്കളുടെ കരിയറിൽ ഇതൊരു ഉയർച്ചയാണോ താഴ്ചയാണോ? ഞാൻ ആദ്യമേ തന്നെ ഞാനൊരു കരിയറിസ്റ്റ് അല്ല. ഞാൻ വലിയ പൊസിഷനിൽ നിന്നിട്ട് പാർട്ടി, ഞാൻ പറഞ്ഞ പോലെ അന്ന് ഉമ്മൻചാണ്ടി സാറും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ വി എം സുധീരനും വിളിച്ചപ്പോൾ ഒരു ഫോൺ കോളിൽ ഫ്ലൈറ്റ് മാറി കയറി വന്ന ഒരാളാണ്. എനിക്ക് പാർട്ടി 3 തവണ മത്സരിക്കാൻ അവസരം തന്നു. 2 തവണ ഞാൻ വിജയിച്ചു, 1 തവണ നേരിയ മാർജിന് പരാജയപ്പെട്ടു. എന്നെ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡൻ്റാക്കി, KPC ജനറൽ സെക്രട്ടറി ആക്കി. പാർട്ടി പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. 2, ഞാൻ തിരുവനന്തപുരത്തെ അത്രയധികം പ്രണയിക്കുന്ന ഒരാളാണ്. ഞാൻ നാട്ടിലേക്ക് എത്തിക്കാനുള്ള കാരണവും ആ നാടിനോടുള്ളൊരു സ്നേഹമാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം തരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വലിപ്പചെറുപ്പമല്ല, പാർട്ടി തരുന്ന ഉത്തരവാദിത്വം നാടിന് വേണ്ടി നന്നായിട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അതുപോലെ തന്നെ അതിലൊരു, ഞാൻ പറഞ്ഞില്ലേ, പോസ്റ്റുകൾ വലിപ്പചെറുപ്പം. ഇപ്പോൾ CPM-ൻ്റെ തന്നെ മുൻ MP ആയിരുന്നു സമ്പത്ത്. ആറ്റിങ്ങൽ 4 തവണ MP ആയിരുന്നു. അദ്ദേഹം മന്ത്രിയുടെ APS ആയിട്ട് പോയി. ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ രാജു, പഴയ സമയത്തെ അദ്ദേഹം എത്രയോ തവണ MLA ആയിരുന്നു. അദ്ദേഹം, ഞാനൊക്കെ MLA ആയിരിക്കുമ്പോൾ ഫോറസ്റ്റ് മിനിസ്റ്ററാണ്. ആ ഫോറസ്റ്റ് മിനിസ്റ്ററായിരുന്ന ശ്രീ രാജു ഇന്നലെ ദേവസ്വം ബോർഡ് മെമ്പറായി. ഇതൊക്കെ നമ്മളൊരു കരിയറായിട്ട് രാഷ്ട്രീയത്തെ കാണുമ്പോഴാണ് കമലം. അപ്പോൾ നമ്മളതൊരു കരിയറായിട്ട്, അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് ജോലിയിൽ നമ്മൾ അതിൻ്റെ പോസ്റ്റ്, ശമ്പളമൊക്കെ മുന്നോട്ടായി കാണുമ്പോഴാണ് പ്രശ്നം. ഞാനൊരു കരിയറിസ്റ്റ് അല്ല, ഞാനൊരു പാർട്ടിക്കാരനാണ്, തിരുവനന്തപുരംകാരനാണ്. എന്നെ നയിക്കുന്ന വികാരം പാർട്ടിയും തിരുവനന്തപുരവുമാണ്. കോൺഗ്രസ് രാഷ്ട്രീയം കുറെ നാളുകളായി ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് പലതരത്തിലുള്ള നിരീക്ഷണങ്ങളുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് പലപ്പോഴും ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് കോൺഗ്രസിൽ ഒരു വിഭാഗം യുവ നേതാക്കളെ മറ്റ് സ്ഥാനങ്ങൾ നൽകി മാറ്റുന്ന ഒരു രീതി ഉണ്ട് എന്നൊരു വിമർശനം, ആരോപണം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പല നേതാക്കൾ പോലും പരസ്യമായി പോലും പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ MLA ആയിരുന്ന ഒരാളെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു, അതും തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷനിൽ, കോൺഗ്രസിന്റെ തിരുവനന്തപുരം പോലുള്ള കോർപ്പറേഷൻ നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു എന്തെങ്കിലും ഒരു ഒരിക്കലും അത് നിങ്ങളുടെ അനുമാനമാണ്. ഞാൻ സത്യം പറഞ്ഞത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ തീരുമാനം എടുത്തതൊരാൾ ഞാനിവിടെയാണ്. ഞാനടക്കമുള്ള ഒരു കമ്മിറ്റി എടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഞാനടക്കം ഒരു കമ്മിറ്റി എടുത്തൊരു തീരുമാനത്തിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഒരു ചാലഞ്ച് ഏറ്റെടുക്കുകയാണ്. ഈ പ്രായത്തിൽ ചാലഞ്ച് ഏറ്റെടുത്തതിന് എപ്പോൾ എടുക്കാൻ പറ്റും? ഞാൻ പറഞ്ഞില്ല, ആ ചാലഞ്ചും നാടിനോടുള്ള സ്നേഹവും കറകളഞ്ഞ കോൺഗ്രസ് വികാരവുമാണ് എന്നെ ഈ സ്ഥാനാർത്ഥിയെടുക്കാൻ താല്പര്യപ്പെടുന്നത്.